ഷേം ആബോ വബ്രോ റൂഹോ ആയോ ഖാദീഷോ ഹാദാലവോ ഷാരിറോ വാലിൻ ശുഭഹോ ഓലം ഒൽമീൻ ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുവഞ്ചൂരിൽ സ്ഥാപിതമായിരിക്കുന്ന മോർ അന്തോണിയോസ് സിറിയക് ഓർത്തഡോക്സ് മൊണാസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ കാറ്റ് തനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് വീശുന്നു എന്നതിനെ ആസ്പദമാക്കി ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയുവാനും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയും പരിശുദ്ധ സഭയിലൂടെയും ആദ്യകാലം തൊട്ട് ഇന്നുവരെയും അവനെന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് വെളിപ്പെടുത്തി തരുവാൻ, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ, ഓർമ്മപ്പെടുത്തി തരുവാനുള്ള ഒരു നല്ല അവസരമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. അതിന് കാരണം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ലഭിക്കുന്ന ഒരവസരം. നമുക്കറിയാം, പെന്തിക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ അടയാളത്തിൻ്റെ പെരുന്നാളാണ്. 50-ാം പെരുന്നാളൊക്കെ നമ്മുടെ പിതാക്കന്മാർ അതിനെ വിളിച്ചിട്ടുണ്ട്. കർത്താവും അപ്പോസ്തലന്മാരും കുർബാന സ്ഥാപിച്ച മർക്കോസിൻ്റെ മാളികയിൽ പരിശുദ്ധ അമ്മയോടും അപ്പോസ്തലന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിൻ്റെ ആത്മാവ് അഗ്നിനാവുകൾ ഇറങ്ങി വന്ന ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. കർത്താവ് 40 ദിവസം നമ്മുടെ കൂടെ വസിച്ച് സ്വർഗാരോഹണം ചെയ്ത ശേഷം കർത്താവിൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ വലിയൊരു ധന്യ നിമിഷം, അതിനുശേഷം വരുന്ന 10 ദിവസമാണ് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിട്ട് സഭ കാണുന്നത്. ആ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തപ്പോൾ അതിനെ നല്ലതായി അനേകം ആളുകളിലേക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ആരാണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ റോള്, സഭാചരിത്രത്തിലും സഭാപിതാക്കന്മാരിലൂടെയും പാരമ്പര്യത്തിലൂടെയും വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ എല്ലാം നിങ്ങളെ വെളിപ്പെടുത്തി തരാൻ ലഭിക്കുന്ന വലിയൊരു അവസരമാണ്. അതിനാണ് ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ മൊണാസ്ട്രി അതിനുവേണ്ടി മുൻകൈ എടുക്കുകയാണ്. ദൈവം അതിന് ഞങ്ങളെ വഴിയൊരുക്കിയതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ റൂഹ, ആത്മാവ് വെള്ളങ്ങളുടെ മേൽ പൊരുന്നി ആവസിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങുന്ന വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന പരിശുദ്ധാത്മാവ് വെള്ളങ്ങളുടെ മേൽ പൊരുന്നി ആവസിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നിക്കോദിമോസിനോട് പറയുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, രഹസ്യത്തിൽ നിക്കോദിമോസ് വന്ന് ഇങ്ങനെ കർത്താവിനെ കണ്ടു പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, യേശു ഉത്തരമായി അവനോട് പറഞ്ഞു, ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല എന്ന് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ വെള്ളവും ആത്മാവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു വെള്ളത്തിൻ്റെ മേൽ ആത്മാവ് റൂഹ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നു വെള്ളത്തിൽ ആത്മാവിലും നീ വീണ്ടും ജനിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പലപ്പോഴും വെള്ളത്തെ എന്തായിട്ട് വചനമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. വെള്ളം വചനമാണ്, വചനത്തിന് മേൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് വചനം പറയും പരിശുദ്ധാത്മാവ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആദ്യ പുസ്തകം തൊട്ട് അവസാന പുസ്തകം വരെയും, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി സ്ഫടികം പോലെ ശ്രേഷ്ഠമായ ജീവജലമുള്ള നദി, അതിന് വിശാല വീതിയുടെ മധ്യത്തിൽ അവൻ എന്നെ കാണിച്ചു. അപ്പോൾ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും പറയുന്ന ഒറ്റ കാര്യമുള്ള പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ, അത് നല്ലതായിട്ടും പറയുന്നുണ്ട്, തീയതായിട്ടും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആദ്യകാലം തൊട്ട് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തൊട്ട് തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന വേദവിപരീതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുന്നതോസുകൾ നമ്മൾ കൂടുന്നത്. അങ്ങനെ വേദവിരീതികൾ ഉണ്ടായപ്പോൾ കൂടിയ സുന്നതോസുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സുന്നതോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നിക്യ സുന്നതോസ് എന്ന് പറയും. 325 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ഈ
സുന്നതോസ് വിളിച്ചു കൂട്ടുന്നത്. നമുക്കറിയാം കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷമാണ് റോമൻ എംപയർ, അല്ലെങ്കിൽ റോമൻ ആധിപത്യം, സാമ്രാജ്യം എന്തായി മാറി? ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയാണ്. അത് അങ്ങനെയാണ്. നമുക്കറിയാം രാജാവ് എന്തിൽ വിശ്വസിക്കുക അതാണ് രാജാവിന് കീഴിലുള്ള പ്രജകളും ജനവും എല്ലാം അതേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ആദ്യകാലം രാജഭരണം. അങ്ങനെ ആ രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ റോമ സാമ്രാജ്യം എന്തായി? ഔദ്യോഗികമായ മതം ക്രിസ്തുമതമായി മാറി. അപ്പോൾ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും, പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, പരിശുദ്ധ അമ്മ ആരാണ്, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങൾ, പല വേദരീതങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പലരും പറയാൻ തുടങ്ങി, ഹെറസികൾ ഉണ്ടാകുന്നു, അറിയൂസ് എന്ന് പറഞ്ഞ വേദരീതം ഉണ്ടാകുന്നു, നെസ്തോറിയസ് ഉണ്ടാകുന്നു, അങ്ങനെ കുറേ പേര്. ഒരു പക്ഷേ നമ്മൾക്ക് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അനേകം പേരുകൾ നമുക്ക് കാണാം. അതൊന്നും നമ്മുടെ വിഷയമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. അങ്ങനെ പലരും പലതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു. ആരാണ് പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. പിതാവ് ആര്, പുത്രനാര്, പരിശുദ്ധാത്മാവെന്ന് നമുക്കൊരു എഴുതി ഉണ്ടാക്കാം. അങ്ങനെ എഴുതി ഉണ്ടാക്കിയ പ്രമാണമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിക്കിയ സുനദോസിലെ തീരുമാനങ്ങൾ 381 കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് നടന്ന രണ്ടാമത്തെ സുന്നഹദോസിൽ അത് തീരുമാനമായി. അങ്ങനെ നമുക്ക് എന്തായി? ഒരു പ്രമാണം, വിശ്വാസത്തെക്കുറിച്ചൊരു പ്രമാണം ഉണ്ടായി. അത് വിശ്വാസം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരാ? തൃത്വത്തിലൊരുവൻ, ത്രിയേക ദൈവത്തിലൊരുവൻ, ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. യാതൊരു മാറ്റവുമില്ല. ത്രിയേക ദൈവത്തിലൊരുവൻ പരിശുദ്ധാത്മാവ്. അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വന്നാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധാത്മ. ഇതാണ് പരിശുദ്ധ സഭയുടെ, അല്ലെങ്കിൽ ആദ്യത്തെ സുന്നദോസിൽ എഴുതി വെച്ച് രണ്ടാം സുന്നദോസ് സ്ഥിരീകരിച്ച വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പരിശുദ്ധാത്മയെക്കുറിച്ച് അതാണ് ചരിത്രം. ഇനി നമുക്ക് പിന്നീട് ഈ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് മാത്രമാണോ പുറപ്പെടുന്നത്, അതോ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നുണ്ടോ? കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. അത് ഒരു AD 447 സ്പെയിൻ അടുത്തുള്ള ടൊളേദോ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ ലോക്കൽ സിനഡ്, ആ രണ്ടാമത്തെ സിനഡ് എന്നാണ് പറയുന്നത്. 447 ടൊളേഡോ സിനഡ് എന്ന് പറയുന്ന സിനഡിൽ ഒരു ക്ലോസ് കൊണ്ടുവരികയാണ്. ആ ക്ലോസിൻ്റെ പേരാണ് ഫിലിയോക്കെ ക്ലോസ് എന്ന് പറയും. ഫിലിയോക്കെ ലാറ്റിൻ വേർഡാണ്. ആൻഡ് ഫ്രം ദ സൺ എന്നാണ്. പുത്രനിൽ നിന്നും എന്ന് പറയുന്ന ഒരു ഫീലിയോ എന്ന ഇറ്റാലിയൻ അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ് സൺ എന്നാണ്. ഫിലിയോക്കെ എന്ന് പറഞ്ഞാൽ പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന ഒരു ക്ലോസ് അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. 447. അതിനുശേഷം 589 മൂന്നാമത്തെ സുന്നദോസ്, സ്പെയിനിലെ ടൊളേഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ മൂന്നാമത്തെ സുന്നദോസിൽ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെട്ട് ഇങ്ങനൊരു ക്ലോസ് അവർ പറയാനുണ്ടായി, ഇടവന്നു. ഫിലിയോക്കെ ക്ലോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. ഇത് നേരെ വിരുദ്ധമാണ്. എന്ന് വെച്ചാൽ ആദ്യ സുന്നദോസിൽ, നമ്മുടെ നിക്യ സുന്നഹദോസിൽ കൂടിയെടുത്ത തീരുമാനത്തിൽ ചേർക്കപ്പെടാത്ത കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ വന്ന് അത് ഇങ്ങനെ പല ചർച്ചകളെല്ലാം നടന്നു. അങ്ങനെ പോയി കാലങ്ങൾ കടന്നു. ഒരു 11-ാം നൂറ്റാണ്ടോടുകൂടി 1014 ഇത് വെസ്റ്റേൺ സഭ അല്ലെങ്കിൽ പാശ്ചാത്യ സഭ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റോമൻ സഭ, അവരെന്ത് ചെയ്തു? ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. 1014 ബെനഡിക്റ്റ് 8ാമൻ മാർപ്പാപ്പയാണ് ഇതൊന്ന് എന്ത് ചെയ്തു? അവർ ലിറ്റർജിയിൽ ചേർക്കാൻ തീരുമാനമായി. എന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണത്തെ അവർ മാറ്റി, ആ ക്ലോസും കൂടി ഉൾപ്പെടുത്തി. പരിശുദ്ധാത്മ നമ്മൾ പറഞ്ഞ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു, അത് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. അത് മാറ്റി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന രീതിയിൽ അത് മാറ്റിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, ആ ഒരു ക്ലോസ് ഇതിനകത്ത് വരികയും അതിൻ്റെ ചർച്ചകൾ വരികയും അങ്ങനെ വന്നപ്പോൾ പൗരസ്ത്യ സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും അതിനെതിരെ അത് ശരിയല്ല. കാരണം
നമ്മൾ എടുത്തു വെച്ചിരിക്കുക AD 325 പിതാക്കന്മാർ കൂടി തീരുമാനിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ ചേർക്കപ്പെടാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് പരസ്പരം ക്ലാഷസ് ഉണ്ടാകാൻ തുടങ്ങി, എതിർപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ 1054 ഈസ്റ്റും വെസ്റ്റും രണ്ടായിട്ട് മാറി. അതിന് ഈസ്റ്റ് വെസ്റ്റ് സ്കിസം എന്ന് പറയും. രണ്ട് ഇതായിട്ട് മാറി. ഈസ്റ്റ് ഗ്രീക്കും ലാറ്റിൻ വെസ്റ്റുമായിട്ട് രണ്ട് ഇതായിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സഭ, പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും രണ്ടാക്കപ്പെട്ടു. രണ്ട് ഇതിലേക്ക്. അവിടെയാണ് ആദ്യത്തെ വിഭജനം, ഈസ്റ്റ് വെസ്റ്റ് വിഭജനം ഉണ്ടാകുന്നത് 1054. ഇതിൻ്റെ പേരിലെന്നറിയോ, ഈ ഫിലിയോക്കെ എന്ന് പറയുന്ന ഈ ക്ലോസ്, അതായത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന ഒരു വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭകൾ തമ്മിൽ രണ്ടായി. ഇനി നമ്മൾ അങ്ങനത്തെ യാതൊരു ബന്ധവുമില്ല, ചർച്ചകളില്ല എന്ന് പറഞ്ഞ് രണ്ടായി ഉണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഭയങ്കര ചർച്ചകൾ നടന്ന് വിഷയങ്ങളായ ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ സഭയിൽ, ഈ വിശുദ്ധ സഭയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ചരിത്ര പശ്ചാത്തലമാണ്. ഈ കാലഘട്ടങ്ങളിൽ നടന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വേദരീതികളൊരു സൈഡ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളൊരു സൈഡ്, പരിശുദ്ധ സഭ പിതാക്കന്മാരും സഭയും പാരമ്പര്യങ്ങളും എന്താണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്, ഇതാണ് നമ്മൾ ഇത്രയും ചിന്തിച്ചത്. അപ്പോൾ പൗരസ്ത്യ സഭയ്ക്കൊരു വിശ്വാസമുണ്ട്, പാശ്ചാത്യ സഭയ്ക്കൊരു വിശ്വാസമുണ്ട്. പാശ്ചാത്യ സഭ അതിന് ന്യായീകരണങ്ങൾ കൊടുക്കുന്നു. അതാണ് വെളിപാട് 22:1 ആസ്പദമാക്കിയിട്ട് അവർ പറയുന്നു. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പിതാവിൽ നിന്ന് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുക, ഇതാണ് നമ്മുടെ വിശ്വാസം. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ, സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ, നമ്മുടെ അന്ത്യോക്യൻ സിംഹാസന കീഴിലുള്ള സഭയുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടും. ഇതിൽ നിന്ന് ഒരു മാറ്റം ഇന്ന് വരെ സഭ നമ്മൾ മാറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളൊന്നും അത് മാറ്റപ്പെട്ടിട്ടില്ല. എന്നാൽ പാശ്ചാത്യ സഭ ഈ ഫിലിയോക്കെ എന്ന് പറഞ്ഞ ക്ലോസ് ചേർത്തിട്ടാണ് അവരിപ്പോൾ ഇതൊക്കെ അതിനകത്ത് ഇങ്ങനെ ചരിത്രപരമായിട്ട് അങ്ങനെ നിലനിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ സഭയിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാലോ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങൾ എന്ത് പ്രാർത്ഥന എടുത്തോ, എല്ലാ പ്രാർത്ഥനകളും പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ. എന്തിനും എല്ലാറ്റിനും എന്തുണ്ട്? പരിശുദ്ധാത്മാവിനാലാണത് എന്ത് ചെയ്യുക, അതിനൊരു ആധികാരികത ഉണ്ടാകും. നമ്മൾ നടത്തുന്ന കൂദാശകൾ, പരിശുദ്ധ സഭയിൽ നടത്തപ്പെടുന്ന ഓരോ കൂദാശകളിലും നമ്മൾ പറഞ്ഞ ഭസ്മോ ദാബോ ഉദാബ്രോ വധുറൂഹായോ ഖാദിഷോ ലഹായ ദൽവോല ഓലം ഒൽമീൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിൻ്റെയും കൂടെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യപ്പെടും? മുദ്രകുത്തപ്പെടും. അപ്പോൾ പരിശുദ്ധ സഭയിൽ എല്ലാ കാര്യങ്ങളും മുദ്രകുത്തപ്പെടുന്നത് എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യാൻ? അത് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുന്നത് അങ്ങനെയാണ്. ഇത് വിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതൻ ചൊല്ലുന്നതും അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെ കർത്താവിൻ്റെ തിരുശരീരമായി മാറ്റണം. എല്ലാറ്റിനും എന്താണ്? അതാണ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. 16-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. എന്തെന്നാൽ ഞാൻ പോയില്ല എങ്കിൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാലോ നിങ്ങൾക്കായി അവനെ ഞാൻ അയച്ചു തരും. ഇത് യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയാൻ, ഞാൻ പോകുന്നെന്നാൽ യേശുക്രിസ്തു പറയും. അപ്പോസ്തലന്മാരുടെ കൂടുതൽ ജീവിച്ച് പറഞ്ഞു പോയാൽ ആശ്വാസപ്രദം. അപ്പം പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തു കൊടുക്കുന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു പേര് ആശ്വാസപ്രദൻ, നമുക്കെന്നും ആശ്വാസകനായി എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുതെന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ. അവസാനത്ത് ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? യെരൂശലേം വിട്ടു പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്. ത്രിയേക ദൈവത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒപ്പം എന്നും, എൻ്റെയും നിങ്ങളുടെയും ഒപ്പം എന്നും കൂടെ ഉള്ളവനാണ് പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തിൽ ഒരുവൻ, ദൈവമാണ് അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് യേശു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിക്കണം. വീണ്ടും 15:26 അതിന്, എൻ്റെ പിതൃസന്നിധിയിൽ നിന്ന് നിങ്ങൾക്കായി ഞാൻ അയക്കുന്ന ആശ്വാസപ്രദൻ
എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷിച്ചുകൊള്ളും. ഇതാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയും, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. നമ്മളതോട് മാറ്റാത്തത്. യോഹന്നാൻ പറഞ്ഞിരിക്കും, വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ നിന്നും പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്, അവൻ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. അവൻ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യേശുക്രിസ്തു ദൈവമാണെന്നും ഏക ദൈവമാണെന്നും പറയാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിക്ക് മാത്രമേ അത് പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, യേശുക്രിസ്തു ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോസ്തലന്മാരോട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ നീ പ്രവാചകനാണ്, ഏലിയാണ്, യോഹന്നാൻ സ്നാപകൻ എന്നല്ല. ഇത് നമുക്കറിയാം, യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന അനേകം ആളുകളുണ്ട്. ഒരു ഗുരുവായി ചിലർ നല്ല ഗുരുവാണ്, നല്ല മനുഷ്യനാണ്, നല്ല കൂട്ടുകാരന് എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ശരിയാണ്, അതൊന്നും തെറ്റല്ല. കാരണം അവനതാണ്, യേശുക്രിസ്തു ഇതെല്ലാമാണ്. എന്നിട്ട് യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യമാണ് ആരോട്? പത്രോസിലേക്ക്. ഓക്കെ, അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ആസ് എ ബിലീവർ, ആസ് എ ക്രിസ്ത്യൻ, നിങ്ങൾ എന്താ പറയുന്നത്? ആസ് എ ഡിസൈപ്പിൾ, യേശുക്രിസ്തു നിങ്ങൾ എന്താണ്? അപ്പോൾ യേശു ആരാണെന്ന് പത്രോസിലേക്ക് വെളിപ്പെടുത്താണ്. എന്താണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത് പറയണമെങ്കിൽ യേശുക്രിസ്തു പറയുക, പത്രോസേ നീ പറയാണ്, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തെല്ലാം പറയാം. ഗുരുവാണെന്നും പിന്നെ പ്രവാചകനാണെന്നും നബിയാണെന്നും പിന്നെ നല്ലവനാണെന്നും നല്ല വ്യക്തിത്വമാണെന്നും എല്ലാം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ദൈവമാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അത് ഞാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ഇത് പറഞ്ഞ ഈ പരിശുദ്ധാത്മാവിലൂടെ മുദ്ര കുത്തപ്പെടുത്തിയിട്ടാണ് നമ്മുടെ എല്ലാം. വിശുദ്ധീകരിച്ചാലും കൊള്ളാം, മുദ്ര കുത്തിയാലും കൊള്ളാം, പ്രാർത്ഥന അവസാനിച്ചാലും കൊള്ളാം, എല്ലാറ്റിലും ഹോളി സ്പിരിറ്റിലൂടെയാണ് നമുക്ക് ഇത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ വിശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നത് ഹോളി സ്പിരിറ്റിലൂടെ. ഭൂമി നമുക്കറിയാം, ഹോളി സ്പിരിറ്റും ഉണ്ട്, ഡെവിൾ സ്പിരിറ്റും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി സഭയിൽ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ്? ഒത്തിരി ഉണ്ട്. 3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 3 കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ പരിശുദ്ധ സഭയിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. വിശുദ്ധ സഭയിൽ സഭാപിതാക്കന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ ജ്ഞാനത്തിൻ്റെയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും വേദപുസ്തക അടിസ്ഥാനത്തിലും മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാൻ മറിയാം തിടുക്കത്തിൽ മലമുകളിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നു. അവൾ സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ചു എലിസബത്തിന് സമാധാനം ചൊല്ലി. മറിയാമിൻ്റെ സമാധാനം കേട്ടപ്പോഴുണ്ടായതെന്തെന്നാൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ പ്രജ സന്തോഷിച്ച് തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അത്യുച്ചത്തിൽ അവൾ മറിയാമിനോട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, എൻ്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എപ്പോഴാണ്? മറിയാമിൻ്റെ സമാധാനത്തിൻ്റെ അഭിസംബോധന കേട്ടപ്പോൾ. ഒരു അഭിസംബോധന സ്വരം, അത് പരിശുദ്ധാത്മാവിൽ നമ്മൾ വന്ന് നിറയാൻ തുടങ്ങും. അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത തലങ്ങളിൽ പോയി അഭിസംബോധന സ്വീകരിക്കരുതെന്ന് പറയാൻ കാരണം അതാണ്. സഭ നമ്മൾ വിലക്കുന്ന ചില വിലക്കുകൾ പറയാറുണ്ടല്ലോ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ആവശ്യമില്ലാത്ത നിങ്ങൾ പോയി കേൾക്കരുത്, ആവശ്യമില്ലാത്ത നമ്മൾ സ്വീകരണം ഏറ്റുവാങ്ങരുത്. ഇതെല്ലാം പറയാൻ കാരണം, ഞാൻ ഏത് ആത്മാവിൽ നിന്നാണോ നിന്നെ അഭിസംബോധന ചെയ്യുന്നത് ആ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. കന്യക മറിയാം തൻ്റെ ജീവിതം തനിക്ക് ലഭിച്ചതായ വലിയൊരു അനുഗ്രഹമാണ്. എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ തിരുസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ട് അവൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കുക.
ആരെ കാണാൻ? ചാർച്ചക്കാരി ഗർഭിണിയായിരിക്കുകയാണ്, മച്ചി എന്ന് വിളിക്കപ്പെട്ടവളാണ്. അവളെ കാണാൻ ചെന്ന് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അത് ഉള്ളിലെ കുഞ്ഞ്, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് പരിശുദ്ധാത്മാവുണ്ട് എലിസബത്ത് നിറഞ്ഞു. അഭിസംബോധന സ്വരം ആവശ്യമില്ലാത്തവന് നമ്മൾ പോയി കേൾക്കാൻ ഇടവരുത്തരുത്. പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയ പരിശുദ്ധാത്മാവിന് പകരം ഈ ലോകത്തിൻ്റെ ആത്മാവ്, അശുദ്ധാത്മാവെന്നും പോലും ഈ ലോകത്തിൻ്റെ, അത് ഏത് തരത്തിലുള്ള ആത്മാവാണ് അതല്ല നമ്മളിലേക്ക് വരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആത്മാവല്ല നമുക്ക് വേണ്ടത്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് വേണം. പുത്രനിലൂടെ നമുക്കത് ലഭ്യമാകണം. അതിന് നീ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തത് അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 14 മുതൽ, പ്രാക്സിസ് 8-14 മുതൽ വാക്യങ്ങളിൽ, യെരൂശലേമിലുണ്ടായിരുന്ന സ്ലീഹന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ടപ്പോൾ ശമോൻ കീപ്പായും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ഇറങ്ങിച്ചെന്ന് ശമര്യ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി പ്രാർത്ഥിച്ചു. അവരിൽ ഒരുവൻ്റെ മേലും അതുവരെ ആത്മാവ് വന്നിരുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശമര്യയിലെ നിവാസികൾ. അതുവരെ അവരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. സ്ലീഹന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മാമോദിസ മുങ്ങിയതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നില്ല പ്രിയമുള്ളവരെ. ഇവിടെയും പറയാം, അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, അവർക്ക് ലഭിച്ചിട്ടില്ല. സ്നാനമേറ്റു, മാമോദിസ സ്വീകരിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. കൈവപ്പിന് പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ എന്തിനാ ഈ കൈവപ്പിനെക്കുറിച്ച് ഇത്രമാത്രം ആദിക്കുന്നറിയോ? അപ്പോസ്തലന്മാരിലൂടെ ലഭിച്ച കൈവപ്പ് ഈ സഭയ്ക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണം ഇതാണ്. ഈ കൈവപ്പിലൂടെ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളേക്ക്, അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോസ്തലന്മാരുടെ കൈവപ്പുള്ള സഭ നമ്മൾ പറയുന്നില്ലേ? അതുകൊണ്ടാണ് പ്രിയമുള്ള, കൈവപ്പില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകരുത്. കൈവപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഹോളി സ്പിരിറ്റാണത്. ഹോളി സ്പിരിറ്റ്, കൈവപ്പിൻ്റെ പുറകിൽ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തോലിക സഭ, അപ്പോസ്തലന്മാരിൽ ലഭിച്ച കൈവപ്പ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളും. എല്ലാവരുടെ മുമ്പിൽ പോയി തല കുനിഞ്ഞ് നിൽക്കാൻ ഇടവരുത്തരുത്. സഭ പറഞ്ഞ സ്ഥലങ്ങളിലേ പോകാവൂ. കാരണം സഭയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം പിതാക്കന്മാരോട് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈവപ്പിന് ഇതേക്കുറിച്ച് ഇത്രമാത്രം ജാഗരൂകരായിരിക്കാൻ പറയുന്നത്. കൈവപ്പിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവർ. അത് വേദപുസ്തക അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ കാലഘട്ടം തൊട്ടുള്ളതാണ് കൈവപ്പിന്. നമ്മുടെ സഭയിൽ പുരോഹിതന്മാർക്കല്ലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരമുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് കൈവപ്പ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ മറ്റൊരു മാർഗ്ഗം കൈവപ്പാണ്. അതാണ് നമ്മളൊരു പാട്ട് പാടും, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് അല്ലേ, നമ്മളത് പാടാറില്ലേ? ഈ കൊഹനെ എന്ന് പറയുന്ന വൈദികർക്ക് വേണ്ടി നടത്തുന്ന കുക്കിലിയോ നമ്മൾ പാട്ട് പാടാറുണ്ട്. ആ കൈവപ്പിന് വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ പോയി എല്ലാവരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കാൻ ഇടവരുത്തരുത്. സഭ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലിക കൈവപ്പുള്ളവരുടെ മുമ്പിൽ മാത്രമേ കൈവപ്പിന് വേണ്ടി പോകാവൂ. ശ്രദ്ധിച്ചുകൊള്ളുക. മൂന്നാമത് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ പറയുന്നു, അടുത്തതായിട്ട് ശമോൻ ഈ വാക്കുകൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ആവസിച്ചു. ഈ വാക്കുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർക്ക് ഒന്നേ പറയാനുള്ളൂ. അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനേ ഉള്ളൂ അവർക്ക്, അത് യേശുക്രിസ്തുവിനെ കുറിച്ച്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ സിനഗോഗിൽ പോയി യേശുക്രിസ്തു ഏകദൈവമാണ്, അവനിലൂടെ അല്ലാതെ രക്ഷയില്ല. പൗലോസ്ലീഹയുടെ ഏറ്റവും വലിയ തിയോളജി അതാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷ നിനക്കില്ല എന്ന് ഒരു മടിയും കൂടാതെ പറയാൻ ധൈര്യപ്പെട്ടവനാണ് പൗലോസ്ലീഹ. തല വെട്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയുന്നവരില്ലാതാക്കി തീർക്കും, ഭയന്നില്ല. 3 പ്രാവശ്യം ഉരുണ്ടുപോയി ആ തല. എന്ത് സംഭവിച്ചു? 3 ത്രോണോസുകൾ അവൻ പൗലോസ്ലീഹയുടെ തല ഉരുണ്ട സ്ഥലത്ത് റോമിലുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നിലനിന്നപ്പോൾ. അതാണ് പറയും, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടണം. അവൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് അനാവശ്യമായ സ്ഥലങ്ങളിൽ പോയി വചനം കേൾക്കരുത്.
അപ്പോസ്തലന്മാരുടെ കൈവെപ്പുള്ള അപ്പോസ്തലിക പാരമ്പര്യമുള്ള വ്യക്തികളുടെ വചനമേ നമ്മൾ കേൾക്കാവൂ എന്ന് പറയാൻ കാരണം അതാണ്. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ മുറുമുറുപ്പാണ്. ഓ അതെന്നാ, അവരും വചനമല്ലേ പറയുന്നത്, അവർ യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്. ശരിയായിരിക്കാം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ പിശാച് യേശുക്രിസ്തുവിനടുക്ക് വന്ന് പറഞ്ഞതും വചനാ പ്രിയമുള്ളവരെ. നീ ദൈവത്തിനെ എടുത്ത് ചാട്, മാലാഖമാരൊന്നും താങ്ങില്ലേ, അപ്പം കല്ലാക്കാൻ പറഞ്ഞില്ലേ, അതെല്ലാം പഴയ നിയമത്തിലുണ്ട്. മാലാഖമാർ നിന്നെ വന്ന് താങ്ങും, വചനാണ് പ്രിയമുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആത്മാവിൽ നിന്ന് പലരും പറയുന്നത് വചനത്തെക്കുറിച്ചാണ്. യേശുവിന് അതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ തൊട്ടു മുമ്പ് കണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യം കണ്ടാണ്. അവർ മാമോദീസ സ്വീകരിച്ചെന്നേ ഉള്ളൂ, പരിശുദ്ധാത്മ വന്നിരുന്നില്ല. അതിന് ചില പ്രത്യേകത ഉണ്ട്. പരിശുദ്ധാത്മാവ് അത് പരിശുദ്ധ സഭയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ, അത് അപ്പോസ്തോലികത്വം, അതിന് പ്രത്യേകത ഉണ്ട് പ്രിയമുള്ളത്. കൈവെപ്പിന് പ്രത്യേകത ഉണ്ട്. അഭിസംബോധന അത് പ്രത്യേകതയാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു സ്ലീഹ വാഴ്വുണ്ടല്ലോ, അതല്ലേ അതിൻ്റെ പ്രത്യേകത. ഒന്ന് ആശീർവദിച്ചാൽ അത് ആശീർവാദത്തിന് വലിയ പ്രത്യേകത ഉള്ളത്. അപ്പോൾ എല്ലാറ്റിനും പരിശുദ്ധ സഭ അതിൻ്റെ എന്താ പറയുക, ആദ്യകാലം തൊട്ട് ആധികാരികമായിട്ട് വിശ്വസിച്ച് പോരുന്ന ഒരു പാരമ്പര്യവും വിശ്വാസമൊക്കെ ഉണ്ട്. നമ്മളൊരു സുപ്രഭാതത്തിൽ വന്ന് പറയും ഇതെല്ലാം തെറ്റാ മോശമെന്ന് പറഞ്ഞ് നമ്മൾ പുറകെ പോകല്ലേ പ്രിയമുള്ളവരെ. ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ഉണ്ട്, അതൊന്നും പറയാത്ത 3 കാര്യമുണ്ട്. ഒന്ന് അഭിസംബോധന. നമ്മൾ ഒരാളിൽ നിന്ന് ഒരു ആശീർവാദമായിക്കോട്ടെ അഭിസംബോധന ആയിക്കോട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കൈവെപ്പ്. എല്ലാവരുടെ മുമ്പിൽ പോയി തലവെച്ച് കൊടുക്കരുത്. സഭ പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന പിന്തുടർച്ച അവകാശം, പൗരോഹിത്യ പിന്തുടർച്ച, അപ്പോസ്തോലിക പിന്തുടർച്ച ഉള്ള വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 വചനം കേൾക്കുക. അതെന്തായിരിക്കണം? സഭ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഈ സഭ വിശ്വസിക്കുന്ന ഈ സഭയുമായി കുദാശ പങ്കുവയ്ക്കുന്ന സഭകളുമായി പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക പ്രിയമുള്ളവർ. അല്ലാത്ത പക്ഷം നമ്മൾ പരിശുദ്ധാത്മാവാണ് ചിന്തിച്ച് നമ്മൾ പോകുന്നത് ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ പിന്നാലെയായിരിക്കും. നാളെ നിരാശ ഉണ്ടാകും. അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഈ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ഒന്നുമില്ലാത്തവനായിപ്പോയി, അവരെന്നെ പറ്റിച്ചു, അവർ കർത്താവിൻ്റെ നാമത്തിൽ എന്നെ വഞ്ചിച്ചു എന്ന് പറയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ആധികാരികമായിരിക്കും. ആദ്യകാലം തൊട്ട് അപ്പോസ്തലന്മാരുടെ കാലം തൊട്ടേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ടായി. AD 325 നിക്ക സുന്നദോസ് വിളിച്ചുകൂട്ടിയ തീരുമാനമുണ്ടായി. ഇന്ന് 2024 ഏതാണ്ട് 1700 വർഷം ആകുകയാണ്. 2025 1700 വർഷം പൂർത്തിയാകും ഈ വിശ്വാസ പ്രമാണം എഴുതിയ ശേഷം. അങ്ങനെ എഴുതപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് ഒരു മാറ്റം വരുത്താത്ത സഭയാണ് നമ്മുടെ സഭ. ആ സഭ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പോയി അനാവശ്യമായിട്ട് ഈ ലോകത്തിൻ്റെ ആത്മാവിൽ പോയി നമ്മൾ ചെന്ന് ചാടി നമ്മുടെ പരിശുദ്ധാത്മാവിന് നിർജീവമാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയമുള്ള. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മൊണാസ്ട്രി ലക്ഷ്യം അതാണ്. ഈ മൊണാസ്ട്രി 2024 ഫെബ്രുവരി മാസം 7-ാം തീയതി അന്തോക്യായുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി അഹമാന സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രൈം രണ്ടാമൻ ബാവായാൽ കുദാശ ചെയ്യപ്പെട്ടപ്പോൾ മൊണാസ്ട്രിക്ക് ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രാർത്ഥനയും കുർബാനയുമാണ്. കാനോനികമായ പ്രാർത്ഥനകൾ നടത്തപ്പെടുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇതിലെ ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് രണ്ടും. രണ്ടാമത് സുവിശേഷം അറിയിക്കുക. ലോകം മുഴുവൻ പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കുക, ഇവാഞ്ചലൈസേഷൻ. 3 ദൈവവേല ചെയ്യുക, മിനിസ്ട്രി. ഏത് ദേശത്ത് പോയും ദൈവവേല ചെയ്യാൻ തയ്യാർ. ഈ 3 കാര്യങ്ങൾക്കാണ് പ്രാർത്ഥനയും കുർബാനയും ഇവാഞ്ചലൈസേഷനും അതുപോലെ തന്നെ ദൈവവേല, മിനിസ്ട്രി. ഈ 3 കാര്യങ്ങൾ. അതാണ് നമ്മുടെ ഈ മൊണാസ്റ്റിക് ഓർഡറിൻ്റെ ഏമോ എന്നാണ്. അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മൊണാസ്റ്റിക് ഓർഡറാണ്. ഏമോ എന്ന വാക്ക് സുറിയാനിൽ അമ്മയെ വിളിക്കുന്ന അമ്മ, ഏമോ, AEMO. ഇതാണ് നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അന്തോണിയോസ് മൊണാസ്ട്രിയുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ലഭിക്കുന്നൊരവസരം,
ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സഭയിൽ സന്യാസ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ, സന്യാസിനികൾ ഉണ്ടാകട്ടെ. ഈ സഭ നന്നായി വളരട്ടെ. ആദ്യകാലങ്ങളിൽ സിറിയയിലും തുർക്കിയിലും ഇറാഖിലും ഇറാനിലും പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന സുറിയാനി സന്യാസിമാരെ പോലെ മലങ്കരയിലും സുറിയാനി സഭയുടെ സന്യാസികൾ ഉണ്ടാകട്ടെ. സന്യാസ പ്രസ്ഥാനങ്ങൾ വളരട്ടെ. അനേകം സന്യാസിനി സമൂഹങ്ങൾ നമ്മുടെ മലങ്കര മണ്ണിൽ രൂപപ്പെടട്ടെ. അതിനൊരു മുഖാന്തരമായി ഈ അന്തോണീസ് മൊണാസ്ട്രി രൂപപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഈ മൊണാസ്ട്രി ഇപ്പോൾ അംഗങ്ങളായി 4 റംബാശന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കും 2 മെത്രാപ്പോലിത്തന്മാർ, പ്രത്യേകിച്ച് മോർ പീലസോസ് തിരുമേനിയും മോർ തീമോത്തോസ് തിരുമേനിയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ എന്നും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ ഓരോ അവസരങ്ങളിൽ വീണ്ടും നിങ്ങളെ വന്ന് കാണുവാൻ, ഏതെങ്കിലും വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ, നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.